എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീണ്ടും നമ്മൾ വന്നിക്കാണ് മൈൻക്രാഫ്റ്റിന്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, എന്തായാലും ഒന്ന് പോയി കണ്ടോക്കാം. അത് കണ്ടാലാണ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അത് കണ്ടിന്യൂലും കുഴപ്പമില്ല. ഇപ്പൊ ഇത് കണ്ടിട്ട് അത് പോയി കണ്ടാലും കുഴപ്പമില്ല. ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. മൈൻ ചെയ്ത് നോക്കേണ്ടി വരും. ഒരു മിനിറ്റ്, ഞാൻ കോർഡിനേറ്റ്സ് ഒന്ന് ഓണാക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും കോർഡിനേറ്റ്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ലൈഫ് എല്ലാം കുറവാടാ. 10 XP അയണ് ഇപ്പൊ എത്ര എണ്ണം കിട്ടി? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 അയൺ ഇങ്ങോട്ടുണ്ട്. അപ്പൊ 10 എണ്ണം. 10 അയൺ ഉണ്ട്. അപ്പൊ നമുക്ക് അയണിന്റെ ടൂൾസ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സും ഒരു സോഡും ഉണ്ടാക്കുകയാണെങ്കിൽ 2 ആൾക്കും ഉണ്ടാക്കാം. ഷീൽഡ് ഉണ്ട് ഓൾറെഡി. അപ്പൊ കുഴപ്പമില്ല. ഷീൽഡ് ഉണ്ടാക്കിക്കണേ ജി. പിന്നെന്താ അയണായിട്ട് പിന്നെ ഇനിയിപ്പോ എന്താ ഉണ്ടാക്കാനുള്ളത്? അയക്ക് സാധനങ്ങൾ വേണോ? ഓ, അതിന്റെ പിക്കാക്സിന്റെ പണി അയണായിട്ട് അയൺ പൊരിക്കാൻ വെക്ക് വേഗം. ഓക്കെ, ബൈ ദ വേ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അയൺ ഫുൾ ആർമർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. മാത്രല്ല ഡയമണ്ട്സ് കിട്ടുകയാണെങ്കിൽ നോക്കാം. ഡയമണ്ട്സ് കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. നമ്മുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ ആർമർ ഉണ്ടാക്കുക അയണിന്റെ. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും അയണിന്റെ ഒരു സോഡ് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും അയണുകൾ കണ്ടുപിടിക്കണം. ഒരു കാര്യം, നമുക്ക് കുറച്ച് അടിയിക്കണ്ട് പോയാലും ഇപ്പൊ നമ്മൾ 64 കോർഡിനേറ്റിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ നമുക്ക് ഇനി 64 നേരെ 11 പോവാ. ഒരു 2 മട്ടൻ അതിന്റെ ഉള്ളിൽ ഉണ്ട്. എനിക്ക് വേണ്ട? കുറച്ച് സ്റ്റീക്ക് ഉണ്ട്, 7 സ്റ്റീക്ക് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒരു കേവ് കണ്ടിരുന്നു ഇവിടെ. ആ ഒരു ഓട്ടത്തിന്റെ ഇടയിലേ ഒരു കേവ് കണ്ടോന്നൊരു ഇത്, ഒരു ഡൗട്ട് ഇല്ലാതില്ല. നോക്കട്ടെ. ആ, ഇതാ ഇതന്നെ തോന്നുന്നു. ഞാൻ കണ്ടു. കേവോക്കടാ, എന്താ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എന്തായാലും പോവാം. ഇന്ന് നമുക്ക് പോവാൻ പറ്റും. അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഒക്കെ ഉണ്ട്, ഷീൽഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെ നമ്മൾ ഇറങ്ങുന്ന ഞാൻ ആലോചിക്കുന്നത്. നൈസായിട്ട് ഞാൻ അപ്പുറത്തേക്കൊന്ന് പോട്ടെ. സ്കെലറ്റന്മാരൊക്കെ ഇങ്ങനെ നമ്മുടെ മേത്ത് കമ്പിട്ട് കഴിഞ്ഞാൽ മൂഞ്ചി. നമുക്കിപ്പോ അടിക്ക് എത്തണം. അടിക്ക് ഇപ്പൊ എങ്ങനെ എത്തുന്നാണ് ഞാനീ ചിന്തിക്കുന്നത്. എന്റെ അടി ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വീണ് ടോർച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ ഒന്നും കാണൂല. അടിയിൽ ഇഷ്ടം പോലെ മോബുണ്ട്. ഇവരടിച്ചു കൊല്ലാന്ന് പറയണ എന്തായാലും പണിയാണ്. ആ, അവിടെ അയൺ കിട്ടാ. ഇത്ര അടുത്ത് അയൺ ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ല. പൊട്ടൻ. ഓക്കെ, നമുക്ക് എത്ര അയൺ കിട്ടി? ഒരു 5 അയൺ കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഇവിടെ തപ്പി നോക്കാം. നമുക്ക് പതുക്കാൻ. എത്ര എണ്ണം? അടിക്ക ഞാനവിടെ എങ്ങനെ അവിടെ ബ്ലോക്ക് വെച്ച് പതുക്കെ വന്നോ. നമ്മള് കോർഡിനേറ്റ്. അയ്യോ എടാ, ഇവനെ അടിച്ച് താഴെ. ഓന് കുറച്ച് കഴപ്പ് കൂടുതലായിരുന്നു. ആ, അടിയിൽ വെള്ളമുണ്ട്. വെള്ളത്തേക്ക് ചാടും ഒന്നെങ്കിൽ. പക്ഷെ വെള്ളത്തേക്ക് ചാടുകയാണെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോബ് കുറെ ഉണ്ട്. അതുകൊണ്ട് ഇറങ്ങുമ്പോ നമ്മള് നോക്കി ഇറങ്ങണം. മനസ്സിലായ? ഞാന് നോക്കിട്ട് മെല്ലെ നമുക്ക് ഇറങ്ങാം. ആ, ഇവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റും. ചാടി കുറിച്ച് ചാടിക്കോ. ഞാൻ ചാടാൻ. 3, 2, 1. സേഫ് ലാൻഡ്. ഒരു മിനിറ്റ്.
ടോസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണം. സുല്ല് അടിക്കല്ലേ, ആരും അടിക്കല്ലേ. എന്ത് തൊട്ട് കളിയാ? എടാ അവിടുന്ന് മറ്റേ ഫർണസ് സാധനങ്ങളൊക്കെ എടുത്താ? എന്റെ കയ്യില് ഫർണസ് ഒന്നും ഇല്ല. അവിടുന്ന് എടുത്തില്ലേ? ഇല്ല. അത് കുഴപ്പമില്ല. ഇനിയിപ്പോ അതിൽ അയണൊക്കെ എടുത്ത് ഞാൻ ഇതുണ്ടാക്കി, ലെഗിങ്സ് ഉണ്ടാക്കി. തീർക്കണേ കാണിച്ചോ ഇവനൊക്കെ ഏതാണ്? ഇവിടെ ഒന്നും ഇല്ലേ? എന്നിട്ട് ഇവിടെ ഒന്നും കാര്യമായിട്ട് നമുക്ക് ഈ ഒരു കേവിന് ഇത്രയൊന്നും കിട്ടിയാ പോരാ, കൊറേ കിട്ടണം. പക്ഷെ അത്രയൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ. ക്രീപ്പർ എടാ ഇതിനൊക്കെ ഒന്ന് കൊന്നേ, ലൈഫ് കുറവാ. ഇതാണ് കുട്ടി ചെറുത്. കുട്ടീനെ ഞാൻ കൊന്നു. ബാക്കി സ്കെലറ്റൻ. ഓടിക്കോ. അതാ അടുത്ത സ്കെലേറ്റൻ. ഞാൻ ഒന്ന് ഓടിക്കണട്ടാ. ലൈഫ് തന്നെ സാധനം ഇല്ല. അത് നിക്കണ്ടായിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിക്കണേ. 3 തോണ്ടികൾ ഞാൻ വട്ടം വന്ന് അടിക്കണടാ ഇതാണ്. A few moments later. അവിടെ ഇവിടെ ഒരു കുഴി ഇങ്ങോട്ട് പോയി നോക്കിയാലോ. ഓ ഇത് വലിയ കേവാ. ഇവിടെ കുറച്ച് വലിയ കേവാ. കുറച്ചല്ല, ചെന്ന് നിന്റെ അടുത്തേക്ക് പോയോ? എന്റെ ഒളിയ നോക്കടോ. ഇതെങ്ങനെ പോയാലും ഒരു 11 കോർഡിനേറ്റ് ആവോ? നോക്ക് ഇങ്ങടിപ്പോ എങ്ങനെ ഇപ്പൊ നമ്മൾ ഇറങ്ങുക? ഇങ്ങടിപ്പോ എങ്ങനെ ഇറങ്ങും? ഇവിടെ എങ്ങനെ പോയാലും നല്ല ലൂട്ട് ഉണ്ടാവൂടാ. അതുകൊണ്ട് ഞാൻ പറയുന്നു ഇങ്ങോട്ട് ഇറങ്ങാന്ന്. നമുക്ക് വെള്ളം കിട്ടുമോ നോക്കാം ഫസ്റ്റ്. താഴെ പോയാ വാട്ടർ ബക്കറ്റ് ഉണ്ട്. ഞാൻ എന്റെ കോർഡിനേറ്റ് നോക്കിട്ട് ഇപ്പൊ തന്നെ വരാം. 2000 years later. ഗോൾഡ് എടുത്തോ. ഇവിടെ അയണും ഉണ്ട്. സെറ്റ് വാ നമുക്ക് ഞാൻ അടിക്കൊന്ന് പോവാൻ പറ്റുമെന്നൊക്കെ അറിയില്ല. ഒരു മിനിറ്റ് ബാബുവാ. പക്ഷെ അടിയിൽ ഫുള്ള് ഇതാണ്, ആൾക്കാരാണ്, സോംബികള്. എന്റെ മോനിന്റെ അടുത്തേക്കൊന്നും അയോണിന്റെ ഒരു കൂമ്പാരം. ഞാൻ എന്റെ അടുത്ത് വരാം. ഫുള്ള് കുറച്ചോ. ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് എത്ര മൈൽ അയൺ കിട്ടുണ്ടോ? നമുക്കേ ഉള്ള അയണൊക്കെ ചൂടാക്കാം. അതിന്റെ സോംബി വരുന്നുണ്ട്. അതിനടിച്ച് തീർക്കടാ. ക്രീപ്പറും വരുന്നുണ്ട്. സോംബി തീർച്ചണ്ട് പോയി അപ്പുറത്തേക്ക്. അയണ് മറ്റേ ചെങ്ങായി അടിച്ചിട്ടില്ലേ വാട്ടർ ബക്കറ്റ്. എന്താ പക്ഷെ ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിയ അത് കിട്ടാനേ പൊളിച്ചിരുന്നു. ഇവിടെ എത്ര പോരാടാ, കൊറേ കിട്ടിക്ക് തീരണില്ല. കഴിഞ്ഞ കഴിഞ്ഞ് എനിക്ക് 26 കിട്ടിപ്പോ. ഇപ്പൊ കിട്ടിയത് 26. ആ നേരത്തെ കൂടെ നേരത്തെ കുറച്ച് അയൺ ഉണ്ടായിരുന്നു കയ്യിൽ ഓൾറെഡി. ഒരു മിനിറ്റ് അല്ലേ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് എന്റെയൊക്കെ. ഇന്റെയൊക്കെ നേരത്തെ 3 ക്രാഫ്റ്റിംഗ് ടേബിൾ ഒക്കെ ഉണ്ടായിരുന്നു. 3 ഉണ്ടാ? അത് ശരി. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കി. 4 ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇനി കോബിൾ സ്റ്റോൺ ഉണ്ടാ? അല്ലെ കോബിൾ സ്റ്റോൺ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ചോദിക്കണ ഒരു മണ്ടത്തരാണ്. അത്ര മതിയാവും. ഫർണസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി വേഗം അയൺ ചൂടാക്കാൻ വെക്കാം. ഇപ്പൊ തന്നെ 46 അയണായി. അപ്പൊ ഫുൾ ആർമർ നമ്മൾ ഉണ്ടാക്കുന്നു പറഞ്ഞ് ഉണ്ടാക്കി, അത്ര ഉള്ളു അല്ലേ? അയൺ ഇവിടെ ഇഷ്ടം പോലെ അയൺ റെഡ് സ്റ്റോൺ ഒക്കെ ഉണ്ട്. വന്ന് പൊട്ടിക്കേ. അയ്യോ ഷീൽഡ് ഉണ്ടായിരുന്നില്ല, മറന്ന്. പിക്കാക്സിന്റെ പണി ഇപ്പൊ കഴിയും. ദൂരത്ത് അമ്പയാണ്.
അവിടെ ഇത് വലിയ ഗെയിമാണ്, നമുക്ക് 2 പാർട്ടൊക്കെ ആക്കേണ്ടി വരും മിക്കവാറും. അവിടെ അന്ന് അറ്റാക്ക് ചെയ്തിട്ടപ്പോ ഓരോന്നെ അറ്റാക്ക് ചെയ്യും. ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചിരുന്നല്ലോ അയണ്, അത് എടുത്തിട്ട് വരാം ഞാൻ. ആ എടുത്തിട്ടേ അയൺ ഫുൾ ആർമർ ഉണ്ടാക്കട്ടെ. 2 പിക്കാക്സ് ഇനി ഒരു അയണോട് ചൂടാക്കാണ്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇല്ല, കോപ്പറിന്റെ ആവശ്യമില്ല. എടാ അതിന്റെ ഉള്ളിൽ ഡയമണ്ട് ഇട്ടാ നോക്കിയാലോ. ഇപ്പൊ തന്നെ പോണോ? ചാവണം. ഇവരൊക്കെ കൊല്ല എത്ര പണി. ഇതൊക്കെ 63 അയണ്. ഇവിടെ കുറച്ചാണ് ആ ഫർണസിൽ പോയി വെക്കിട്ടാ. സ്ലൈം എന്താ പാട്, സുഖല്ലേ മച്ചന്മാരെ? ഇവരൊക്കെ കൊല്ല ഈ സ്ലൈമ്പോൾ നമുക്ക് ആവശ്യം വരും. എല്ലാ ആവശ്യം വരികയാണെങ്കിലാ പിസ്റ്റണൊക്കെ ഉണ്ടാവും. ഒരു മിനിറ്റ് നോക്കിട്ട് എന്തൊരു പാടുണ്ടല്ലോ. ഇതിനൊക്കെ ഇപ്പൊ എങ്ങനെ നമ്മള് കൊല്ലും? 5 minutes later. തട്ടിടണ അടിക്ക് ചത്താ. ഇറങ്ങിക്കോ, ഇറങ്ങി വായോ. അത്രേ ഉള്ളൂ. ഡയമണ്ട് ഉണ്ടാ? എടാ എന്റെ ബാക്കി സോംബി അടി. എടാ സോംബിനെ തീർക്ക്. ലാപ്പിസ് ലസൂലി. ഡയമണ്ട് അത് വിചാരിച്ച ഞാൻ ആ സാധനം കണ്ടിട്ട്. ഒരു പുല്ലുണ്ടാവൂലടാ കല്ലുമ പറ്റി പിടിച്ചിരിക്കണേ, എപ്പോഴും വേണ്ട ഡയമണ്ട് വിചാരിക്കും. പക്ഷെ ഈ കേവില് ഒറ്റ ഡയമണ്ട് ഇല്ല എന്ന് പറയുമ്പോഴാണ്. ആ ഡയമണ്ട് പറഞ്ഞു തീർന്നു, ഡയമണ്ട് കിട്ടി. അയ്യോ ഇവൻ എവിടുന്ന് അതിന്റെ ഇടയിൽ കൂടെ കയറി വന്ന്. ഡയമണ്ട് എടുക്കട്ടെ. ഡയമണ്ട് കിട്ടിയില്ലേ? ഡയമണ്ട് കിട്ടിയാ? ഓക്കെ 2 ഡയമണ്ട് കിട്ടി, 2 കിട്ടി. എന്തേ ഡയമണ്ട് കിട്ടിയാ? പറിച്ചോ. വേറൊരു സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള നമ്മൾ അപ്പത്തിനും ഡയമണ്ട് അടിച്ചു. അത് വലിയ കാര്യം ആണോ നമുക്ക് അറിയില്ല. എത്ര ഡയമണ്ട് കിട്ടി? 2. 5 ഡയമണ്ട് കിട്ടി. ഇന്റെ അള്ളിയാ. നമ്മളീ ഗുഹ നമ്മുടെ ആണ് കൂടുതല്. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇന്റെ കയ്യത്തെ ടോർച്ച് കഴിഞ്ഞിട്ട് ടോർച്ച് ആയിട്ട് ഇങ്ങോട്ട് വന്നേ നമുക്ക് ഫുള്ള് തപ്പി വെക്കാം. എടാ നമ്മള് മേലെ കുറച്ച് ഇത് വെച്ചിട്ടില്ലേ, എന്താ പറയാ, നമ്മുടെ ആർമർ ഞാൻ അയൺ കുറച്ച് ചൂടാക്കാൻ വെച്ചാ എടുത്തിട്ട് വരാം ഞാന്. മതി വാ പോവാ. ലാവല് വീണ ഡയമണ്ട് പോവല്ല ഞാൻ കഴപ്പാണ് കാണിക്കണേ. ഇത്രയും സാധനം ഉണ്ടായിട്ട് ലാവളെ മേലെ കൂടെ തന്നെ പോണെന്ന് പറഞ്ഞ എന്തൊരു വലിയ കഴപ്പാന്നൊന്ന് ആലോചിച്ച് നോക്കി. അതാ ക്രീപ്പർ വരുന്നേ. അതാ ചത്താ. ഞാൻ അടുത്തുണ്ട്, പേടിക്കണ്ട. ഡയമണ്ട് ഒന്നും പോയില്ലല്ലോ. ഡയമണ്ട് നോക്കട്ടെ. ഡയമണ്ട് പോയി. ഡയമണ്ട് കിട്ടുമെന്ന് അറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കുഴി വെച്ചതിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് ഇരിക്കട്ടെ. കാരണം ഇല്ലെങ്കിൽ ഉള്ളതും പോവും. ഡയമണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഫ്ലാഷ് ബാക്ക്. ലാവല് വീണ ഡയമണ്ട് പോവല്ല നമ്മളെന്തായാലും മേലക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഡയമണ്ട് ഫുൾ ആർമർ ഉണ്ടാക്കിയിട്ട് വീഡിയോ അതിന്റെ പേര് നമ്മളെന്തായാലും ഉണ്ടാക്കുന്നു പറഞ്ഞല്ലേ, അത് ഉണ്ടാക്കാം. ഡയമണ്ട് അല്ല അയൺ. ഇൻവെന്ററി ഫുള്ളാണ്, അതാണ് ഒരു പ്രശ്നം. എല്ലാം എടുത്ത് കളയട്ടെ. ഇന്ത്യക്ക് ഒരു സ്റ്റാക്കിന്റെ വിലക്ക് ഇതുണ്ടല്ലോ. അത് കുഴപ്പമില്ല, ഇന്ത്യക്ക് ഇഷ്ടം പോലെ അയൺ ഉണ്ട്. ആ അയൺ വെച്ചിട്ട് അതിന്റെ ടൂൾസ് ഒക്കെ ഉണ്ടാക്കി തന്നാ പോരെ. ഇജ്ജ് കോർഡിനേറ്റ് നോക്കി തൽക്കാലത്തിനൊന്ന് വായോ. ഒരു ഇറ്റിനാനെ ഇനിയിപ്പോ എന്താ ഉണ്ടാക്കാനുള്ളത്? ഓക്കെ, അതും സെറ്റായി. ഇനി നമുക്ക് സമാധാനത്തോടു കൂടി ഒരു വീഡിയോ അതിന്റെ പാക്കാം. ഇതെന്താണ് ഹൗ ടു പ്ലേ? വെറുതെ ഈ ക്വസ്റ്റ്യൻ മാർക്കുമ്പോഴാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഷുഗറൊക്കെ ആർക്ക് വേണം?
സോ അപ്പൊ ഈയിലൂടെ നമ്മൾ എന്തായാലും തൽക്കാലത്തിലൂടെ ചോദിന്റെ പക്കം പോയിട്ട് 55 എണ്ണ. ഇതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി 55 സ്റ്റീക്കൊക്കെ. ഇതെന്താ വല്ല കൗഫാമും തുടങ്ങിയ അതൊക്കെ എന്തായാലും ആയിക്കോട്ടെ. സോ ഇതിലൂടെ നമ്മൾ എന്തായാലും ഇവിടെ വെച്ചു അതിന്റെ പക്കം പോണി അവൻ എന്തെങ്കിലും കോർഡിനേറ്റ് ഒക്കെ തപ്പിങ്ങോട്ട് വരട്ടെ. നമുക്ക് എന്തായാലും ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഡയമണ്ട് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് അത്ര ഉള്ളപ്പോ നമ്മള് ഡയമണ്ടിന്റെ ഒരു സോഡ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ എടുക്കാം. സോ ഇതിലൂടെ നമ്മൾ എന്തായാലും ഇവിടെ വെച്ചു അതിന്റെ പക്കം പോണി വീണ്ടും. ഇതെന്താ അവിടെ ഇവിടെ ഇനിയും കുറെ ഉണ്ട് കേട്ടാ, അയണും സാധനങ്ങളൊക്കെ ഇവിടെ കുറെ ഉണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒരു സ്ഥലത്ത് കൂടി ഇറങ്ങാനും ഉണ്ട്. ഈ കേവിൽ നമ്മൾ ഇനി കുറച്ചു കാലം ഇനി പാർട്ടികളൊക്കെ ഇനി മിക്കവാറും ഒരു 1-2 പാർട്ടി കേവിന്റെ ഉള്ളിൽ തന്നെ ആവും. ഫുള്ള് ഈ കേവ് ഫുള്ള് തുടച്ച് നക്കെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോണല്ലോ. അത്ര ഉള്ളു ലിഹാനെ. ചത്തേന്റെ വിഷമത്തിലാണ്, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓൺ ആക്കിയിട്ട് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് മാക്സിമം ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ഇത് ശരിക്കും ബൈ.